ബിഗ് ബോസ് ഷോ തുടങ്ങിയ ആദ്യ ദിവസം മുതൽ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചിരിക്കുന്നതും സൗഹൃദത്തിലായതും പുറത്ത് ചർച്ചാ വിഷയമായി മാറിയിരുന്നു. പിന്നീട് അങ്ങോട്ട് ജാസ്മിന്റെ ബന്ധുക്കൾക്ക് പോലും ഗുരുതരമായൊരു പ്രശ്നമായി ഇത് മാറുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ജാസ്മിനോടും ഗബ്രിയോടും ഇതിലൊരു വിശദീകരണം ചോദിച്ച് അവതാരകനായ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ താരങ്ങൾ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ഇതിനോടനുബന്ധിച്ച് നിലവിൽ വീടിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയവും. മരണ വീടിലേതുപോലെ ഗബ്രി ഒരു സൈഡിലും ജാസ്മിൻ മറു സൈഡിലും ഇരുന്ന് കരച്ചിലാണ്. ഒടുവിൽ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയ ജാസ്മിനൊപ്പം സുഹൃത്തായ റസ്മിനും ഉണ്ടായിരുന്നു. ഇരുവരും കൺഫെഷൻ റൂമിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിരിക്കുകയാണ്. ലൈവിലൂടെ പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടതോടെ വ്യാപകമായ വിമർശനമാണിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രേക്ഷകർ കുറിക്കുന്ന വാക്കുകൾ ഇങ്ങനെ: മുൻ സീസണുകളിൽ കൺഫെഷൻ റൂം എന്ന് പറയുന്നതിന് ഒരു വിലയുണ്ടായിരുന്നു, ഇത് വെറുപ്പിച്ചു കളഞ്ഞല്ലോ. അവർക്കൊരു കട്ടിലും മെത്തയും കൂടി കൊടുക്ക് ബിഗ് ബോസേ. റസ്മിന്റെ സ്വഭാവം അറിയാതെ ജാസ്മിൻ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു. റസ്മിൻ കിട്ടിയ അവസരം മുതലെടുക്കുന്നു. ശരിക്കും ഇത് ജാസ്മിന് വേണ്ടി മാത്രമുണ്ടാക്കിയ ബിഗ് ബോസ് ഷോയാണോ? ഒരാൾക്ക് മാത്രം ഇത്രയും പിന്തുണ കൊടുക്കുന്നത് മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക്. ഇന്നത്തെ ലൈവിൽ മൊത്തം കണ്ടന്റും ജാസ്മിൻ ഗബ്രി പ്രശ്നത്തെ ഒതുങ്ങുന്നു. ഇതിപ്പോൾ ഡ്രാമയായാലും റിയൽ ആയാലും മറ്റുള്ളവരെ ബാധിച്ചു തുടങ്ങുന്നു. രണ്ടുപേരും ആഹാരം പോലും കഴിക്കാതെ രണ്ട് മൂലയ്ക്ക് ഒതുങ്ങി നിന്ന് ഒറ്റപ്പെടാൻ നോക്കുകയാണ്. ഓരോരുത്തര് അവരോട് മാറി മാറി വന്ന് സംസാരിക്കുന്നുമുണ്ട്. എന്നിട്ടും അവരുടെ സൈഡിലോട്ട് ക്യാമറ ഒതുങ്ങിപ്പോകുന്നു. സിവിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ക്വാളിറ്റിയുള്ള ഒരു ഷോ ഈ കരച്ചിൽ സെന്റിമെന്റൽ അൺഡിഫൈൻഡ് കണ്ടന്റിൽ ഒതുങ്ങിപ്പോകരുത്. ഇത്രയും സൈക്കോളജിസ്റ്റ് സംസാരിച്ചു, ലാലേട്ടൻ സംസാരിച്ചു, എന്നിട്ടും അവർക്കിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ പ്രേക്ഷകർ ഇത് കാണുന്നത് എന്തിനാണെന്നാണ് ചിലരുടെ ചോദ്യം. ഇപ്പോൾ ഒന്നുകിൽ ഈ പരിപാടി നിർത്തുക, അല്ലെങ്കിൽ ജാസ്മിനെയും ഗബ്രിയെയും പിടിച്ച് പുറത്താകുക. ഇവരുടെ നാടകം കാണാനല്ല പ്രേക്ഷകരിരിക്കുന്നത്. ഒന്നും ഏൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പുതിയ നാടകവുമായി ഇപ്പോൾ വന്നിരിക്കുകയാണ് രണ്ടെണ്ണം. സെന്റി അടിച്ച് കരഞ്ഞു മെഴുകുകയാണ്. ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു നാടകം? ഇപ്പോൾ എല്ലാം ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് മോങ്ങുന്നത് കണ്ടില്ലേ? ഇത്രയും പെട്ടെന്ന് അവരെ പുറത്താക്കും. ബാക്കിയുള്ളവർ ഗെയിം കളിക്കട്ടെ. മാത്രമല്ല, ജാസ്മിനും ഗബ്രിക്കും പുറത്തൊരു ജീവിതവുമുണ്ട്. ഇത്രയും പെട്ടെന്ന് അവരെ ഒന്ന് പറഞ്ഞ് പുറത്തു വിടുകയാണിപ്പോൾ നല്ലത്. നല്ലൊരു സീസൺ കാണാൻ കാത്തിരുന്നവർക്കിടയിലേക്ക്, പ്രത്യേകിച്ച് ലൈവൊക്കെ കാണുന്ന ആൾക്കാർക്ക് തീർത്തും അരോചകരമായ രീതിയിൽ കോംബോ ഗെയിം പ്ലാൻ ചെയ്തു. അവരെന്തു പറഞ്ഞാലും ഒരു പ്രശ്നമില്ലെന്ന അഹങ്കാരത്തോടെ മുന്നേറി. ഇവളോടൊത്ത് രാത്രി കിടന്ന് കത്തിവെക്കാൻ ലവൻ പവർ റൂമിൽ നിന്നിറങ്ങി വരുന്നു. പിറ്റേ ദിവസം ഇവളെ തന്ത്രപൂർവ്വം പവർ റൂമിലേക്ക് കുത്തിക്കയറ്റുന്നു. പിന്നീട് അവൾ ക്യാപ്റ്റൻ ആയപ്പോൾ ലാലേട്ടൻ ശിക്ഷിച്ചവൻ എന്ന പേരിൽ ജിൻഡോയെ നോമിനേറ്റ് ചെയ്തപ്പോൾ ശിക്ഷ കിട്ടിയവർ പവർ റൂമിൽ. ഇങ്ങനെ പല ചീപ്പ് ഗെയിം തന്ത്രങ്ങൾ കളിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു കിട്ടിയപ്പോൾ ഷോയായി എന്നിങ്ങനെ ജാസ്മിനും ഗബ്രിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും കൺഫെഷൻ റൂമിൽ കിടന്നുറങ്ങുന്ന ജാസ്മിന്റെയും റസ്മിന്റെയും ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്.